എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള തികച്ചും സ്വതന്ത്രമായ ഒരു വിശകലനമാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ വലിയൊരു കൺഫ്യൂഷനിലാണല്ലേ. ഒരു വശത്ത് നോക്കുമ്പോൾ എല്ലാം സൂപ്പറായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് തോന്നും, പക്ഷേ മറുവശത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന സിഗ്നലുകളും കിട്ടുന്നുണ്ട്. ഈ വലിയൊരു വടംവലിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. നേരെ വിഷയത്തിലേക്ക് കടക്കാം. മുന്നോട്ടു പോകുന്നതിനു മുൻപ് സ്ക്രീനിലെ ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല കേട്ടോ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പൂർണ്ണമായും എഡ്യൂക്കേഷണൽ പേർപ്പസിനു വേണ്ടിയുള്ള തികച്ചും സ്വതന്ത്രമായ ഒരു മാർക്കറ്റ് ഡാറ്റ അനാലിസിസ് മാത്രമാണ്. ഇന്നത്തെ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം ബുള്ളിഷ് ചാർട്ടുകൾ എന്തു പറയുന്നുവെന്ന് നോക്കാം. പിന്നെ തികച്ചും വിപരീതമായി നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡേറ്റ പരിശോധിക്കാം. അതിനുശേഷം ഗ്ലോബൽ മാർക്കറ്റിലെ ചില പ്രശ്നങ്ങൾ. അവസാനം ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന നമ്മുടെ ഫൈനൽ വേർഡിക്റ്റ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ, വാട്ട് ദ ചാർട്ട്സ് സേ. വിഷ്വൽ എവിഡൻസുകൾ എത്രത്തോളം പോസിറ്റീവായ ഒരു ചിത്രമാണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. നോക്കൂ, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ആളുകളുടെ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് സമയത്ത് ഗ്യാംബ്ലിംഗ് പോലെയാണെന്ന് ചിലർ തമാശയായി പറയാറുണ്ട്. കാരണം പലപ്പോഴും ഇമോഷൻസ് വെച്ചാണ് പലരും ചാർട്ടുകളെ സമീപിക്കുന്നത്. പക്ഷേ നമ്മളിന്ന് ഇമോഷൻസിന് യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല. പകരം ഡേറ്റ എന്തു പറയുന്നു എന്ന് ഒബ്ജക്റ്റീവായിട്ട് മാത്രം നോക്കാൻ പോവുകയാണ്. ചാർട്ടുകൾ കൃത്യമായി റീഡ് ചെയ്യുന്നതിനു മുൻപ് പ്രധാനപ്പെട്ട ചില പാറ്റേണുകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ മോർണിംഗ് സ്റ്റാർ, അതുപോലെ ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവയൊക്കെ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേണുകളാണ്. അതായത് താഴോട്ട് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് ഇനി മുകളിലേക്ക് കുതിക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായ സൂചനകൾ. താഴേക്ക് വീഴുന്ന ഒരു പന്ത് തറയിൽ തട്ടി ശക്തമായി മുകളിലേക്ക് കുതിച്ചുയരില്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോസിറ്റീവ് മാറ്റങ്ങളാണ്. 2 ഇൻഡെക്സുകളിലും ഈ കൃത്യമായ ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേണുകൾ ഫോം ചെയ്യുന്നുണ്ട്. അതും വെറുമൊരു ടൈം ഫ്രെയിമിൽ മാത്രമല്ല കേട്ടോ. ഡെയിലി, വീക്ക്ലി, മന്ത്ലി ചാർട്ടുകളിലെല്ലാം വളരെ പോസിറ്റീവായ സിഗ്നലുകളാണ് കാണുന്നത്. ഇങ്ങനെ പല ടൈം ഫ്രെയിമുകളിൽ ഒരേ പാറ്റേൺ ആവർത്തിക്കുന്നത് തീർച്ചയായും വളരെ സ്ട്രോങ് ആയൊരു കാര്യമാണ്. ഇനി ചാർട്ടുകളിലെ ഏറ്റവും നിർണായകമായ ആ മാജിക് നമ്പറിലേക്ക് വരാം. 23,800. ഇതാണ് വിപണിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ലെവൽ. മാർക്കറ്റ് പലതവണ താഴേക്ക് വന്നിട്ടും ഈ ലെവൽ ബ്രേക്ക് ചെയ്യാതെ സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചു നിൽക്കുകയാണ്. ഒരു കെട്ടിടത്തിന് അതിന്റെ ഫൗണ്ടേഷൻ എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് മാർക്കറ്റിന് ഈ 23,800 എന്ന സപ്പോർട്ട് ലെവൽ. ഈ ലെവൽ ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം ബയേഴ്സ് വളരെ കോൺഫിഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചാർട്ടുകളുടെ കാര്യം ക്ലിയർ ആയല്ലോ. എല്ലാം വളരെ പോസിറ്റീവ്. പക്ഷേ ഇവിടെയാണ് നമ്മുടെ കഥയിലെ ആ വലിയ ട്വിസ്റ്റ് വരുന്നത്. സെക്ഷൻ 2, ദ ഡാറ്റ ഡൈവേർജൻസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡേറ്റ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഈ ഡേറ്റ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് അത്ഭുതം തോന്നും. കാരണം ഇവിടെ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. വൻകിട ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർ, അതായത് സ്മാർട്ട് മണി, ഭയങ്കര ബേരിഷാണ്. അവർ മാർക്കറ്റ് താഴേക്ക് പോകും എന്ന് കരുതി കോൾസും ഫ്യൂച്ചേഴ്സുമൊക്കെ സെൽ ചെയ്ത് വലിയ തോതിൽ പുട്ടുകൾ വാങ്ങിക്കൂട്ടുകയാണ്. എന്നാൽ നേരെ മറിച്ച് സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകരോ, അവർ ഭയങ്കര ബുള്ളിഷാണ്. അവരേകദേശം 7 ലക്ഷത്തോളം പുട്ടുകൾ വരെ ഷോർട്ട് ചെയ്ത് വലിയ റിസ്ക് എടുക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ 2 വ്യത്യസ്ത ദിശകളിലേക്കാണ് പണമൊഴുകുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എത്രത്തോളം ബേറിഷാണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കണക്ക് നോക്കിയാൽ മതി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ FIIA ഫ്യൂച്ചേഴ്സിൽ മാത്രം 2,100 കോടി രൂപയും ക്യാഷ് മാർക്കറ്റിൽ ഞെട്ടിപ്പിക്കുന്ന 8,000 കോടി രൂപയുമാണ് ഒറ്റയടിക്ക് വിറ്റൊഴിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു തുക അവർ പെട്ടെന്ന് ഡംപ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം തോന്നും. ചാർട്ടുകൾക്കപ്പുറം വലിയ വല്ല അപകടവും വരാൻ പോകുന്നതായി അവർക്കറിയാമായിരിക്കുമോ? അപ്പോൾ ഒരു ചോദ്യം വരും, ചാർട്ടുകളും ഈ ഫണ്ട് ഫ്ലോയും എന്തിനാണ് തികച്ചും വ്യത്യസ്തമായ 2 കഥകൾ പറയുന്നത്? അതിന്റെ ഉത്തരം കിടക്കുന്നത് പുറത്തുനിന്നുള്ള ചില ശബ്ദങ്ങളിലാണ്. അതാണ് നമ്മുടെ 3ാമത്തെ സെക്ഷൻ, നാവിഗേറ്റിംഗ് മാർക്കറ്റ് നോയ്സ്. ഈയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം ഗ്ലോബൽ തലത്തിലുള്ള കുറേ നോയ്സുകളാണ്. നോക്കൂ, ഒരു ഭാഗത്ത് നാളത്തെ പ്രവചനാതീതമായ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വലിയ വോളറ്റിലിറ്റി ഉണ്ടാക്കുന്നു. മറുവശത്ത് US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ പലിശ നിരക്ക് കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. ഒപ്പം അമേരിക്കയിലെ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വലിയ അനിശ്ചിതത്വങ്ങൾ. പോരാത്തതിന് ഡോളർ ഇൻഡെക്സ് 102-ൽ ഹോവർ ചെയ്യുന്നു. ബിറ്റ്കോയിൻ ആണെങ്കിൽ 78K റേഞ്ചിൽ തന്നെ സ്റ്റിക്കിയായി നിൽക്കുന്നു. ഈ ആഗോള കാരണങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ വലിയ തോതിൽ വിറ്റഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ അവസാനത്തെ സെക്ഷനിലെത്തി, ദ അൾട്ടിമേറ്റ് വേർഡിക്റ്റ്. ഈ പരസ്പര വിരുദ്ധമായ തെളിവുകളെല്ലാം ചേർത്തുവെച്ച് നോക്കുമ്പോൾ നാളത്തെ മാർക്കറ്റിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? നമ്മുടെ ഈ അനാലിസിസിൽ നിന്നും വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട്.
ലോങ് ടേം വ്യൂ നോക്കുകയാണെങ്കിൽ വൻകിടക്കാരുടെ ഡാറ്റ വളരെ ബേറിഷാണ്. പക്ഷേ ഷോർട്ട് ടേമിൽ വലിയ അനിശ്ചിതത്വമുണ്ട്. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ 23,800 റൂളാണ്. ഈ ലെവൽ ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം ബുള്ളിഷ് പാറ്റേണുകളെ വിശ്വസിച്ച് ലോങ് പൊസിഷനിൽ തുടരുക. തീർച്ചയായും ഷോർട്ട് ചെയ്യാൻ പറ്റിയ സമയമല്ലത്. നാളെ മാർക്കറ്റ് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഒരു വലിയ റാലി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ആ 23,800 എന്ന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ ബുള്ളിഷ് തിയറി മുഴുവനായി മാറും. അവിടെ കളി മാറും. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളത്തെ ഓപ്പണിംഗ് ബെല്ലിനായി കാത്തിരിക്കുമ്പോൾ ഞാനൊരു വലിയ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. മാർക്കറ്റിലെ ഈ വമ്പൻ വടംവലിയിൽ ചാർട്ടുകളിൽ നിങ്ങളുടെ കണ്ണുകൾ കാണുന്ന ബുള്ളിഷ് പാറ്റേണുകളെയാണോ അതോ കോടിക്കണക്കിന് രൂപ ഒഴുകുന്ന ആ ബെയറിഷ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡേറ്റയാണോ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏവർക്കും നന്ദി.